കണ്ടത്. അപ്പൊ പിന്നെ നമ്മൾ പെട്ടെന്ന് പോരുവേ. അപ്പൊ ആൻസിന്റെ മുടിയും കൂടെ ആ കൂട്ടത്തില് വെട്ടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിങ്ങ് പോകും. അപ്പൊ ഞാൻ എന്താ തിന്നോ? ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് പണികളുടെ ഒരു വീഡിയോയാണ്. അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഒരു ഇൻട്രോയുടെ കുറവുള്ളത് കൊണ്ട് നമ്മൾ വന്നതാണ്. നമ്മളൊന്ന് ടൈം ബാലൻസ് ചെയ്ത് നമ്മൾ പുറകോട്ട് പോയിട്ട് വരാം. നമ്മളെ മുറ്റമൊക്കെ അടിച്ചട്ടോ. നമ്മൾ മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി. അന്നത്തേക്ക് സന്ധ്യയായി. പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്തു. ഇവിടെ എല്ലാം അടിച്ചു. മുറ്റം ചുറ്റോട് ചുറ്റും മുറ്റം നമ്മൾ അടിച്ച് വൃത്തിയാക്കി. കാണിച്ചു തരാം. അത്തേക്ക് രാത്രിയായി പോയി. എന്ത് പറയാനാ. കണ്ട, പുറകോശം എല്ലാം അടിച്ച് വൃത്തിയാക്കി. ഞാൻ എല്ലാം ഇങ്ങോട്ട് കീറിയിട്ടോട്ടോടാ. ചുറ്റോട് ചുറ്റും മുറ്റം വൃത്തിയാക്കിന് നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊന്ന് പോവുക. നമ്മൾ കറങ്ങാൻ പോവുകയൊന്നും അല്ല കേട്ടോ. എന്തിനാ പോണേന്ന് പറഞ്ഞുതരാം. ഇവിടെ എല്ലാം അടിച്ചു വാരി, ഇലകളെല്ലാം വാരി റെഡിയാക്കി. കണ്ടോ, ഇപ്പം നല്ല സെറ്റായില്ലേ. അതാ, നമുക്ക് വീട്ടിൽ ഇരിക്കാൻ സമയമില്ല. വീട്ടിലൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. അതാണ്. ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് തല്ലിപ്പടച്ച ഓടുന്നത്. അപ്പം ആ സമയത്തൊന്നും അത് മുറ്റം ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അത്രയും മുറ്റം അടിക്കാനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. വൈകുന്നേരം വന്നാലും എന്തേലും പണികൾ വീടിനകത്ത് കാണും. അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ ഇല വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ഒത്തിരി കമൻറ്റ് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട്. നെഗറ്റീവും വരാറുണ്ട്, പോസിറ്റീവായിട്ടും പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുറത്ത് പോകുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു പൗഡറാ. കയറാ. അത് ഒരു കോഴിക്കുഞ്ഞിന് ചെറുതായിട്ട് കുറുകലുണ്ട്. അപ്പം അതിന് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് ചത്തുപോകും. പിന്നെ ആൻസിൻ്റെ മുടി വെട്ടിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോയിട്ട് വരാം. അപ്പോൾ അതേ ആൻസ് കുട്ടൻ തലമുടി വെട്ടിട്ട് ഇങ്ങോന്ന് തൊട്ട് നോക്കട്ടെ. ആ, പറ്റ വെട്ടി മതി സെറ്റ്. അപ്പം ഇനി നമ്മളത് കോഴിക്ക് മരുന്ന് വാങ്ങണം. എനിക്കൊരു ഷാമ്പു വാങ്ങണം. നമുക്കൊരു ദിവസം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. എന്നിട്ട് വല്ല കഞ്ഞിയും കുടിച്ചിട്ട് കിടക്കാം. ചോറിരിപ്പുണ്ടാവൂലോ അല്ലേ. ഇപ്പൊ ഇതാ നമ്മളിതാ കോഴിക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ വാങ്ങിട്ടോ. ഇത് കുഞ്ഞൊരു പാക്കറ്റാ. ഇത് കണ്ടോ, 76 രൂപയാണ് ഇതിൻ്റെ വില. 2 പാക്കറ്റ് നമുക്ക് നമ്മുടെ നെയ്ബർ ചേട്ടനുങ്ങളുടെ വേണ്ടി വാങ്ങി. പിന്നെ നമ്മൾ ഷാമ്പു വാങ്ങിച്ചു.
അപ്പോൾ അതാ ഞാൻ ഇതാണ് കേട്ടോ മെട്രിക്സിൻ്റെ സ്മൂത്ത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഷാമ്പു വാങ്ങിച്ചു. നടാ ഞങ്ങൾ വച്ചേരെ. എല്ലാം നമ്മൾ മങ്ങാട്ടുകവലയിൽ വന്നാട്ടോ വാങ്ങിയേ. മങ്ങാട്ടുകവലയ്ക്ക് ഇങ്ങടെ ആനസൂട്ടനൊരു മിഠായിയും വാങ്ങിച്ചു. ഇപ്പം മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡാണിത് കണ്ട. ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാറില്ല, കയറി ഇറങ്ങി പോകാറേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ദാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം കുളിക്കാൻ. കുളിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞിന് വലിവ് നമ്മളെപ്പോഴാണ് കണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങ് പോരുമായിരുന്നു. അപ്പോൾ ആൻസിൻ്റെ മുടിയും കൂടെ ആ കൂട്ടത്തിൽ വെട്ടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിങ്ങ് പോകുന്നതാണ് കേട്ടോ. ഇവിടെ ഒരാൾ വണ്ടി ഓടിച്ചോണ്ടിരുന്നു, കോട്ടുമായിട്ടോണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം ഇച്ചിരി വെള്ളം കുടിക്കാൻ. ഇല്ല വാങ്ങിച്ചോണ്ടോ. അരക്കിലോ വാങ്ങണം കേട്ടോ. പിന്നെ 1/2 കിലോ വാങ്ങാം. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ അങ്ങനെ തൊടുപുഴയൊക്കെ പോയിട്ട് വന്നു. കോഴിക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന് കുറച്ച് കുറവൊക്കെ ഉണ്ട്. അവനെ നമ്മളിപ്പം വിറകടുപ്പുള്ള അടുക്കളയിലേക്ക് ഇരുത്തിയേക്കുവാണ് കേട്ടോ. മരുന്നൊക്കെ കൊടുത്ത് എല്ലാ കോഴികളുടെ അടുത്തുനിന്ന് മാറ്റി ഇരുത്തേക്കുക. മറ്റുള്ളവർക്കും കൂടെ അവൻ്റെ പനി വരണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതിനുശേഷം നമ്മൾ നേരെ വന്ന് കുളിച്ചു. നമ്മൾ കുളിക്കാതെ നേരെ പോവുക ചെയ്തത്. മുറ്റമൊക്കെ അടിച്ച് അപ്പടി പൊടിയായിരുന്നു. എന്നിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അങ്ങ് പോയത്. അപ്പോൾ കുളിച്ചിട്ടൊക്കെ പോയാൽ കട അടച്ചു പോകുമായിരുന്നു. ആ മുറ്റമൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് സമയം 7 മണി കഴിഞ്ഞു. പിന്നെ ആടിനൊക്കെ വെള്ളമൊക്കെ കൊടുത്തും പിന്നെ കോഴിക്ക് തീറ്റ കൊടുത്തും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയമൊക്കെ കഴിഞ്ഞു. ചേട്ടനെ നോക്കുന്നേ. പിന്നെ നമ്മുടെ കോഴികളൊക്കെ മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പിന്നെ നല്ല ചൂടാണ് കേട്ടോ. അതിന്റെ ബുദ്ധിമുട്ട് അതുങ്ങൾക്കും ഉണ്ട് നമുക്കും ഉണ്ട്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചു, ചേട്ടൻ കുളിച്ചിട്ടില്ല. ചേട്ടൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു പാത്രം നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ കുടിച്ചത് ആരാ? ചേട്ടനാണോ അവനാണോ? ഞാനൊന്നും അല്ല. പിന്നെ അവനാണോ കുടിച്ചത്? ഞാനൊത്തിരിയൊന്നും കുടിച്ചില്ല. ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചുള്ളൂ. രണ്ടാമത്തെ ഗ്ലാസും അവനാണോ? അവൻ കൊറേ എടുത്ത് കുടിക്കണുണ്ട്. അമ്മ ചേട്ടൻ തന്നെ കുടിച്ച. പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പം ചിക്കൻ പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിക്കൻ പപ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ചിക്കൻ പപ്സ് കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇവർ ആനസും ചേട്ടനും അത് കഴിച്ചു, ഞാൻ കഴിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വന്ന വഴിക്ക് ഞങ്ങൾ എന്താ ചക്കയുടെ കാര്യം എന്തോ ഇങ്ങനെ പറഞ്ഞ് ചക്ക ഇങ്ങനെ വഴിക്ക് കണ്ടപ്പം ചക്കയുടെ കാര്യം പറഞ്ഞു. ഇവിടെ അരിഞ്ഞാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം എനിക്കെന്തോ ചക്കപ്പുഴുക്ക് തിന്നാൻ കൊതി. ഇവിടെ ആണെങ്കിൽ മീൻകറി ഇരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് ചക്കപ്പുഴുക്ക് തിന്നാൻ കൊതി. ഞാൻ ചേട്ടനോട് ചേട്ടാ എനിക്ക് ചക്ക ഒഴുങ്ങിയതാ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇനി വേണ്ട, ചേട്ടൻ ചക്കപ്പുഴുക്ക് രാത്രി കഴിച്ചാൽ ശരിയാവില്ല, ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ശരി, എനിക്ക് എന്താണേലും കൊതി ഉണ്ടായതല്ലേ, അപ്പം പിന്നെ എനിക്ക് കഴിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അരിഞ്ഞു വെച്ച 2 കൂടി ഇരുന്നതിൽ നിന്ന് 1 കൂടിൻ്റെ പകുതി എടുത്ത് ആൻസിന് ഇച്ചിരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആൻസിന് വേണ്ടിയിട്ട് ഇച്ചിരി ചക്ക പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് പുഴുങ്ങി നമുക്ക് മീൻകറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം. മീൻകറി ആണെങ്കിൽ കേര മീനാണ് കറി വെച്ചതാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ അയക്ക വന്നപ്പോൾ നമ്മൾ 2 കിലോ മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മത്തിയുടെ വില 280 ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല മുഴുത്ത മത്തിയാണ്. ചാളക്കറി എന്ന് പറയില്ലേ, ആ സാധനം. അങ്ങനെ മത്തി വാങ്ങി നന്നാക്കിയൊന്നുമില്ല, നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കും. അതിന് കപ്പയും മത്തിക്കറിയും നമുക്ക് ഒരു ദിവസം കപ്പപ്പുഴുക്കും ഉണ്ടാക്കിയിട്ട് മത്തിക്കറി വെച്ചിട്ട് കഴിക്കാം. അപ്പം അതൊരു
വീഡിയോയൊക്കെ ആക്കി എടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നു. ചേട്ടനാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും, തീ കുറച്ച് കൊടുക്കും, പിന്നെ തീ കൂട്ടി കൊടുക്കും. കാരണം ചേട്ടനാണ് ഇവിടെ പുഴുക്ക് ഇളക്കുന്ന മെഷീൻ. പിന്നെ കുളിക്കണതിന് മുമ്പ് അതേ മുടിയൊക്കെ നന്നായിട്ട് കറുത്ത് വന്നില്ല. ചേട്ടൻ നന്നായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട്, നമ്മൾ ആട്ടി വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ എടുത്ത് എൻ്റെ തല മൊത്തം മസാജ് ചെയ്ത് തന്നു കേട്ടോ. ആഴ്ചയിൽ വന്നപ്പോൾ നമ്മൾ സ്മൂത്തനിങ് ചെയ്താലോ സ്ട്രൈറ്റനിങ് ചെയ്താലോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലാന്ന് ബ്യൂട്ടി പാർലറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാവണ്ടർ ബ്യൂട്ടി പാർലർ തൊടുപുഴ. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്നും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേക്കുന്നത് തലയ്ക്കൊരു തണുപ്പ് കിട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതായിരിക്കും. അപ്പോൾ ചേട്ടനാണ് ഇന്ന് എനിക്ക് തലയിൽ വെളിച്ചെണ്ണ തേച്ച് മസാജ് ചെയ്ത് തന്നത്. വളരെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. തല മൊത്തം ചട്ട കുത്തി ഒരു പരുവമായി പോയായിരുന്നു. കുറച്ച് ശരിക്കിട്ടുണ്ടെങ്കിൽ മസാജ് ചെയ്ത് കൊടുത്തില്ല. എൻ്റെ മുടി മൊത്തം തലയിൽ കയറിയിരുന്നു മസാജിങ് കഴിഞ്ഞപ്പം. നല്ലത്. എൻ്റെ കൈക്ക് നല്ല വേദനയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ചേട്ടനാണ് കുഴമ്പ് എണ്ണയും പിന്നെ ഓയിൻമെൻറ്റും മുതലക്കുളം ഹോസ്പിറ്റലിൽ നല്ല അടിപൊളി ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതും പിന്നെ വേറെ ഒരു ഓയിൻമെൻറ്റ് ഒരു കുഴമ്പ് രൂപത്തിലുള്ളതുണ്ട്, ചേട്ടൻ്റെ സിസ്റ്റർ കൊണ്ട് തന്ന. അപ്പം അതും എല്ലാം കൂടെ കൂടിയിട്ടൊക്കെ തേക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പം മൊബൈൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൈക്ക് ഇങ്ങനെ വേദന ഇങ്ങനെ ഇറങ്ങി വന്ന് അങ്ങനെ ഇരിക്കുക. ചേട്ടനാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്, കോട്ടുവായ ഇടുന്നുണ്ട്. എനിക്കാണെങ്കിൽ എന്തോ ചക്കപ്പുഴുക്ക് തിന്നിട്ടേ ഞാൻ കിടക്കുള്ളൂ എന്നുള്ളൊരു കൊതിയായിപ്പോയി. അതിൽ ഞാനിപ്പോൾ പണ്ടേ പോയി കിടന്നേനെ. ആഹാരമൊന്നും വേണമെന്നൊന്നും ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെ ഉണ്ടതാ. ഇന്നാണെങ്കിൽ ചോറ്, വാഴപ്പിണ്ടി തോരൻ, കോഴിക്ക് വേണ്ടി വാഴപ്പിണ്ടി വെട്ടിക്കൊണ്ടുവന്നു. അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് അരിഞ്ഞ് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് കാലത്ത് എഴുന്നേറ്റ് ഞാനത് തോരൻ വെച്ചു. നല്ല സൂപ്പറായിരുന്നു. വാഴപ്പിണ്ടി തോരൻ തീർന്നു, പയർ ഇപ്പോഴും ഇരിപ്പുണ്ട്. ചേട്ടൻ തിന്നായിരുന്നോ? വാഴപ്പിണ്ടി ഞാൻ തിന്നും, ഇപ്പൊ തിന്നും. വാഴപ്പിണ്ടി തിന്നണ നല്ലതാ. തലമുടിയൊക്കെ വയറ്റി പോയിട്ടുണ്ടെങ്കിൽ ദഹനത്തിനൊക്കെ വളരെ നല്ലതാ വാഴപ്പിണ്ടി. നല്ലതായിരുന്നു. ഞാൻ വാഴപ്പിണ്ടി കോളേജിൽ കൊണ്ടുപോയിട്ട് ചുറ്റാൻ തന്നെ വാഴപ്പിണ്ടിയുടെ സ്മെല്ലും. ഒത്തിരി വർഷങ്ങൾ കൂടിയാ വാഴപ്പിണ്ടി തോരൻ വെക്കണേ. വാഴക്കൂമ്പ് തോരൻ ഇപ്പം സ്ഥിരമായിട്ട് വെക്കാറുള്ളതുകൊണ്ട് പിന്നെ അതിനോട് കൊതി അത്ര ഇല്ല. പിന്നെ വാഴപ്പിണ്ടി വർഷങ്ങൾ കൂടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വാഴപ്പിണ്ടി കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ സ്പെഷ്യൽ. ചേട്ടനാണെങ്കിൽ ചക്ക ഇളക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ അത് പുഴുങ്ങിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. കൊതി വന്നിട്ട് മേലെ. എന്നെപ്പോലെ ചക്ക കൊതിച്ചികൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണേ. ചേട്ടൻ ചേട്ടാ എന്താ ചേട്ടാ ഇച്ചിരി വേവാനില്ലേ? വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഒഴിക്കണോ? വെള്ളം എടുത്ത് തരാം. ചക്കയ്ക്ക് അത്യാവശ്യം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ സാധനം വേഗത്തില്ല. ഞാൻ മൂടി വെക്കാം. കുഴയണ എന്താണെന്ന് എനിക്ക്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പം ഇനി നമ്മൾ ചക്ക വേവിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അപ്പം ഇതാ ചേട്ടൻ ചക്കപ്പുഴുക്കൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഇതിടണ്ടായിരുന്നില്ല ചേട്ടാ തേങ്ങ. ചേട്ടൻ ചോറുണ്ണല്ലേ? അപ്പം ഞാനെന്താ തിന്നോ?
സിം ബൂട്ടിയാവാനായിരിക്കും. ചേട്ടൻ വേർത്തല്ല മൊത്തത്തിൽ. ചേട്ടൻ നന്നായിട്ട് വേർത്തു. അയ്യോ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എരിവ് പാകത്തിന്, ഉപ്പ് പാകത്തിന്. ഇത് വാഴപ്പിണ്ടി ഞാൻ കഴിച്ചോട്ടാ. ഇപ്പം ഇതാ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. മീൻ കഷണം മനസ്സ് കൂട്ടാന് എന്നാ ഇരിക്ക. അപ്പം ഇതാ കൊതിയൊക്കെ അങ്ങ് തീർക്കട്ടെ. കഴിക്കാനുള്ള കൊതികൾ തീർക്കണം. അപ്പം അഴിച്ചിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി വെച്ച് കറികളെല്ലാം വെച്ച് മീൻകറി ഉണ്ട് കേട്ടോ. അതുകൂടാതെ ചോറ് കുറച്ച് ബാക്കി വന്നു, അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. പാത്രങ്ങളെല്ലാം കഴുകി കമഴ്ത്തി വെച്ചു. പിന്നെ ഇതാ ഒരു സാധനം സ്റ്റാൻഡ് പാത്രം വെക്കാനുള്ളത് വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 2-3 മാസമായി, 2 മാസങ്ങളായി കാണും. അതാണെങ്കിൽ ഇതാ ഇവിടെ പിടിപ്പിച്ച് തരാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഈ ഒരു ടൈലൊട്ടിച്ചേക്കണോണ്ട് അവിടെ ഡ്രില്ലർ വെച്ച് വേണം, ഡ്രില്ലും കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അതിനുള്ള ആളെ ആക്കി തരാം. പിന്നെ കഞ്ഞിക്കലം കഴുകി വെച്ചു. കഞ്ഞിവെള്ളം ഒഴിക്കണ പാത്രത്തിൽ കഞ്ഞിവെള്ളം ഇരിക്കുക, നമുക്ക് ആടിന് കൊടുക്കാനുള്ളതായതുകൊണ്ട് അത് നാളെ കഞ്ഞി ആകുമ്പോഴത്തേക്ക് മാറ്റി അതേ കഴുകത്തുള്ളൂ. അതുകൊണ്ട് കഞ്ഞിക്കലം മാത്രം അങ്ങോട്ട് തേച്ച് വെച്ചു, ബാക്കിയെല്ലാം കഴുകി വെച്ചു. അങ്ങനെ ബാക്കി കറി പയർ തോരൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഫ്രിഡ്ജിലും കയറ്റി വെച്ചു. ഇനി കിടക്കാൻ പോവാണ്. മുടിയൊക്കെ ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്തപ്പോൾ മുടിയുടെ കളറും നന്നായിട്ട് ബ്ലാക്കായിട്ട് വന്നു. അതുപോലെ തന്നെ മുടിക്ക് നല്ല ഒരു ഉള്ളു തോന്നുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ടല്ല കരുത്തുറ്റതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. നല്ലതാണെന്ന് തോന്നണം. അപ്പം ഞാൻ കിടക്കാൻ പോവാം. ഞാനാണ് ഈ രാത്രിയിൽ കണ്ണട വെച്ചോണ്ടല്ല കിടക്കണേ. വീഡിയോ എടുത്ത് എത്ര മിനിറ്റിൻ്റെ വീഡിയോ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മൊബൈൽ നോക്കാൻ വേണ്ടി കണ്ണട വെച്ചതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കിടന്നു. എന്നിട്ട് നാളെ രാവിലത്തെ വീഡിയോയുടെ കൂടി ആഡ് ചെയ്യാമെന്നൊക്കെ ഓർത്ത്. അന്നേരം ടോയ്ലറ്റിൽ വെട്ടം ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അത് ലൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പിന്നെ എഴുന്നേറ്റു. അമ്മ ഓർത്ത് എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്തിട്ട് കിടക്കാമെന്ന്. ചേട്ടനാണെങ്കിൽ വാർത്തയൊക്കെ കേട്ടോണ്ടിരിക്കുക, അതിൻ്റെ സൗണ്ടാണ് ഇപ്പം അപ്പുറേന്നൊക്കെ കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മടിക്കരുത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി എന്നും നമ്മുടെ വീഡിയോ എന്നും വൈകിട്ട് 7 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.